SFIയെ ദേശീയ തലത്തിൽ ആദർശം സജിയും ശ്രീജൻ ഭട്ടാചാര്യയും നയിക്കും. പ്രസിഡന്റായി ആദർശം സജിയെയും ജനറൽ സെക്രട്ടറിയായി ശ്രീജൻ ഭട്ടാചാര്യയെയും സമ്മേളനം തിരഞ്ഞെടുത്തു. 3 ടേം പൂർത്തിയാക്കിയ VP സാനുവും 2 ടേം പൂർത്തിയാക്കിയ മയൂഖ് ബിശ്വാസും സ്ഥാനമൊഴിഞ്ഞു. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് അനിൽക സെയ്ദ് ചേർന്നുണ്ട്. അനിൽക, ഇന്ന് രാവിലെ തന്നെ ഈ SFIയുടെ ദേശീയ നേതൃത്വത്തെ, ദേശീയ തലത്തിൽ SFIയെ ആദർശം സജിയും ഒപ്പം ശ്രീജൻ ഭട്ടാചാര്യയും ആയിരിക്കും നയിക്കുക എന്നൊരു സൂചന രാവിലെ തന്നെ പ്രേക്ഷകരിലേക്ക് അനിൽക എത്തിച്ചതാണ്. ഇപ്പോൾ പ്രഖ്യാപനത്തിലേക്ക് കാര്യങ്ങൾ വരുന്നു. വിവരങ്ങൾ വേണം. ഒപ്പം കേരളത്തിൽ നിന്ന് കേന്ദ്ര കമ്മിറ്റിയിലേക്ക് എത്ര പേരാണ് എത്തുക? സേതുലക്ഷ്മി, SFIയുടെ 18ാം അഖിലേന്ത്യാ സമ്മേളനം അവസാന ഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. ഇതിനുമായി ബന്ധപ്പെട്ട ഭാരവാഹി പട്ടിക, അതായത് അഖിലേന്ത്യാ കമ്മിറ്റി എത്ര ആൾക്കാരുണ്ടെന്ന പട്ടിക അല്പനേരം മുമ്പാണ് ഈ സമ്മേളന പ്രതിനിധികൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. 87 അംഗ പാനലാണ്, 87 അംഗ കമ്മിറ്റിയാണ്, അഖിലേന്ത്യാ കമ്മിറ്റിയാണ് നിലവിൽ വരാൻ പോകുന്നത്. അതിൽ 8 ഒഴിവും അതോടൊപ്പം തന്നെ ഒരു സ്ഥിരം ക്ഷണിതാവോടൊക്കെ 87 അംഗ കമ്മിറ്റിയാണ് ഈ അഖിലേന്ത്യാ കമ്മിറ്റി സമ്മേളന പ്രതിനിധികൾക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇതിൽ SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റായി ആദർശം സജിയും അതോടൊപ്പം തന്നെ ജനറൽ സെക്രട്ടറിയായി വെസ്റ്റ് ബംഗാളിൽ നിന്നുള്ള ശ്രീജൻ ഭട്ടാചാര്യയും ഈ വരുന്ന വർഷങ്ങളിൽ SFI നയിക്കും. അതോടൊപ്പം തന്നെ കേരളത്തിൽ നിന്ന് 11 കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളാണ് SFIയുടെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. ആദർശം സജി കൊല്ലം സ്വദേശിയാണ്, CPMന്റെ കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗം കൂടിയാണ്. 2022 SFIയുടെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറിയായി ആദർശം സജി തെരഞ്ഞെടുക്കപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ശ്രീജൻ ഭട്ടാചാര്യ വെസ്റ്റ് ബംഗാളിൽ SFIയുടെ മുൻ സംസ്ഥാന സെക്രട്ടറിയും അതോടൊപ്പം തന്നെ SFIയുടെ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറിയുമായിരുന്നു. കഴിഞ്ഞ ഒരു വർഷ കാലയളവിൽ ഡൽഹി കേന്ദ്രീകരിച്ചായിരുന്നു ഇരുവരുടെയും പ്രവർത്തനം. ആദർശം സജി കഴിഞ്ഞ ഒരു വർഷം ഡൽഹിയിലെ ക്യാമ്പസുകളുടെയും അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പ്രധാനപ്പെട്ട ക്യാമ്പസുകളിലടക്കം ചാർജ് ഈ ആദർശം സജിക്കായിരുന്നു. അതോടൊപ്പം തന്നെ 2023 SFI കേന്ദ്ര കമ്മിറ്റിയുടെ സോഷ്യൽ മീഡിയ കൺവീനറായും ആദർശം സജി തിരഞ്ഞെടുക്കപ്പെട്ടു. അതോടൊപ്പം തന്നെ ശ്രീജൻ ഭട്ടാചാര്യ വെസ്റ്റ് ബംഗാളിലെ CPMന്റെ ഏറ്റവും പ്രധാനപ്പെട്ട യുവമുഖമാണ്. 2021 വെസ്റ്റ് ബംഗാളിൽ CPM പശ്ചിമ ബംഗാളിൽ നിയമസഭയിലേക്കും അതോടൊപ്പം തന്നെ 2024 ജാദവ്പൂരിൽ ലോക്സഭയിലേക്കും ഈ CPM ഈ ശ്രീജൻ ഭട്ടാചാര്യയെ മത്സരിപ്പിച്ചു. SFIയുടെ ഭാരവാഹിയായി നിൽക്കുന്ന സമയത്ത് തന്നെ പശ്ചിമ ബംഗാളിൽ നിരവധിയായിട്ടുള്ള വിദ്യാർത്ഥി സമരങ്ങൾക്ക് ശ്രീജൻ ഭട്ടാചാര്യ നേതൃത്വം നൽകി. അതോടൊപ്പം തന്നെ TMCയുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ വലിയ രീതിയിലുള്ള TMC സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയ പ്രധാനപ്പെട്ട ഒരു നേതാവ് കൂടിയാണ് ശ്രീജൻ ഭട്ടാചാര്യ. ഇതിൽ ബന്ധപ്പെട്ട ഐശു ഘോഷ് അടക്കം കമ്മിറ്റിയിൽ തുടരും. 87 അംഗ കമ്മിറ്റിയാണ്. വ്യക്തമാണ്, SFI അങ്ങനെ ദേശീയ തലത്തിൽ ആദർശം സജിയും ശ്രീജൻ ഭട്ടാചാര്യയും നയിക്കും.